സംസാരിച്ചു കഴിയുമ്പോൾ എന്തോരം നുണകളാണ് എന്നെ പറ്റി പറയുന്നത്. ഞാൻ എങ്ങനെയാണ് ക്യാമറ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞില്ല, 3 ദിവസം ഞങ്ങൾ കാത്തിരുന്നതൊക്കെ പറയുന്നത് ഞാൻ ചാനലിനെ പറഞ്ഞില്ല. ഏതായാലും വളരെ സന്തോഷം. ചന്ദ്രൻ ഈ TV ചന്ദ്രനൊക്കെ ഞാൻ സിനിമ കാണാൻ തുടങ്ങിയതല്ല, സിനിമ ആഗ്രഹിച്ച് തുടങ്ങിയ കാലത്തിന് ശേഷം കാണുന്ന ഏറ്റവും വലിയ വിപ്ലവകാരിയായ സിനിമയായിരുന്നു. ശരീരത്തിലുള്ള സകല രോഗങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടാണ് കൂടി ആ സിനിമ കാണുന്നത്. അന്നത്തെ ആൾക്കാർക്ക് അതൊരു വലിയ പുച്ഛമായിട്ടൊക്കെ തോന്നി. എന്നൊക്കെയാണെങ്കിൽ വളരെ കുട്ടിഘോഷിക്കപ്പെടുന്ന സിനിമകളായിരുന്നു. ചന്ദ്രൻ്റെ ഷൂട്ട് ചെയ്ത സിനിമ ഈ ശേഷം അല്ലേ കവിതയാണ്. ചുവന്ന സിനിമയാണ് അത്. അന്നത്തെ കാലത്ത് വിപ്ലവകാരികളെ പറ്റിയുള്ള സിനിമ തന്നെയാണോ? അത് തന്നെ, ആ സിനിമ തന്നെ ഒരു വിപ്ലവമാണ്. പക്ഷെ സിനിമ, ഞാൻ ആ സിനിമ കാണുന്ന സമയത്തൊക്കെ ഞാൻ വിദ്യാർത്ഥി, അദ്ദേഹത്തെ വളരെ ആരാധനയോട് നോക്കുകയും എൻ്റെ സീനിയറായിട്ട് വിളിച്ചിരുന്ന പവിത്രൻ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. പവിത്രൻ വഴി എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമെന്ന് ഞാൻ ശ്രമിക്കാതിരുന്നത് ശരിയായി. ഞാൻ ചാൻസ് വഴി ശ്രമിക്കാത്ത ആൾക്കാർ ആരും എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ വെച്ചൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിനകത്ത് കയറി പറ്റുക ആഗ്രഹത്തിലാണ് ഞാൻ അന്നത്തെ കാലത്ത് സിനിമ കാണുന്നത്. എന്നെ എന്താണ് ഇതിൽ കാണാൻ സാധിക്കുക എന്നുള്ള ആഗ്രഹമാണ്. സിനിമയും വന്നതിന് ശേഷം പിന്നെ ഞാൻ അന്നത്തെ കാലത്ത് നമ്മുടെ പാരലൽ സിനിമയെന്നും ന്യൂവേവ് സിനിമയെന്നും ആധുനിക സിനിമയെന്നും അത്യന്താധുനിക സിനിമ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന കുറേയേറെ സിനിമകളുണ്ടായി. ഞാൻ ആ സിനിമയുടെ ഭാഗമാകാൻ ആഗ്രഹിച്ചു വന്നവരാണ്. അത് കുട്ടിക്കാലത്ത് മാത്രമേ എനിക്ക് കുതിരപ്പുറത്ത് ഓടിപ്പോയെന്ന വെടിവെക്കുന്ന നായകനെ കരുതന്മാരെ അടിച്ചു വീഴുന്ന നായകനാകണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും സിനിമകൾ വന്നതിന് ശേഷമൊക്കെ എൻ്റെ ശ്രമങ്ങൾ കൂടുതൽ വിജയമുള്ള സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സിനിമകൾ അഭിനയിക്കാൻ കിട്ടിയ ഒരു അവസരം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ 100 ദിവസം ഓടുകയോ അല്ലെങ്കിൽ അത്ര ഒരു സിനിമ ഹിറ്റുകളാകുകയോ ചെയ്യുന്ന സിനിമകളായിരുന്നില്ല അന്ന് ഈ പറയുന്ന സിനിമകളൊന്നും. ഒരുപാട് സിനിമാ മോഹികളുടെ സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ വരവൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും എനിക്കത് എൻ്റെ ആഗ്രഹങ്ങളിൽപ്പെട്ടത്. അന്ന് ഭരതൻ, പത്മരാജൻ, മോഹൻ അങ്ങനെയൊക്കെയുള്ള ഈ വളരെ കമേഴ്ഷ്യലില്ലാത്ത സിനിമാ പ്രവർത്തക സിനിമയുടെ അഭിനയിക്കാൻ കുറിച്ചിട്ടുള്ള പിന്നീട് അവരെ കൂടെ അഭിനയിക്കാൻ പറ്റിയെന്നുള്ളത് പക്ഷേ എൻ്റെ സിനിമ മോഹങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഒരു കാലം ചന്ദ്രനെപ്പോലുള്ള സംവിധാനം ഒരു ഓഫർ നിരസിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല, സാധിച്ചിട്ടില്ല, ഞാൻ നിരസിച്ചിട്ടില്ല. ഞങ്ങൾ ആദ്യം അഭിനയിക്കുന്ന സിനിമ പന്തന്മാടെയാണ്. അന്ന് 90-ലാണ് എനിക്ക് ശ്രീരാമൻ ഇവിടെ ശ്രീരാമൻ അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് സിനിമയുടെ സീരീസ് ചെയ്യുന്നത്. ആണ് സിനിമയുടെ കഥാകൃത്ത്. 2 കഥകളാണ് അത്. അതൊന്ന് 2 കഥകളാണ്. ഭാസ്കരപ്പട്ടേലും ഞാനും എന്ന് പറയുന്ന പോലെ തന്നെ കൊന്തന്മാടെയും ശീമത്തമ്പുരാൻ, അങ്ങനെ 2 പേരുടെ കഥയാണ്. ആ സിനിമയും അങ്ങനെ 2 പേരുടെ കഥയാണ്. ഒരേ കാലത്ത് ജീവിച്ചിരുന്ന ഒരു കീഴാളൻ്റെയും മേലാളൻ്റെയും കഥയാണ്. പക്ഷേ അത്ഭുതകരമായ ഒരു സൗഹൃദം അവരിൽ ഉണ്ടാവുകയും പരസ്പരം ഒരേ വികാരം, ഒരേ അനുഭവം, ഒരേ കാഴ്ചപ്പാട് ജീവിതത്തിലുണ്ടാകുന്ന ഒരു കീഴാളെന്നൊരു മേലാണ്. മാടയായിട്ട് എന്നെ കാസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, എന്തോരം കറുപ്പടിക്കണേ എങ്ങനെയാണെന്ന് പറഞ്ഞു. എൻ്റെ കറുപ്പം പഠിച്ചു. ആ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയുക, ഒരു ചലഞ്ചായിരുന്നു. ഞാൻ അതിനോടും വൃത്തിയുടെ വേഷമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പെർഫെക്ഷനുള്ള ഒരു വാർത്തയ്ക്കും എനിക്ക് ആ സിനിമയിൽ അവതരിപ്പിക്കുന്നു. വളരെ ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനായിട്ടും തീരെ വയ്യാത്ത വയോവൃത്തനായിട്ടും എനിക്ക് സാധിച്ചു. ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയങ്ങളിലൊക്കെ വളരെ രസകരമായ പരിപാടികളായിരുന്നു.
നമുക്ക് ഒരുപാട് വിശദീകരിക്കാവുന്ന കാര്യങ്ങളാണ്. ചന്ദനും ഈ സിനിമയുമായി സഹകരിച്ച ആൾക്കാർ ഇങ്ങോട്ടും ഇവരൊക്കെ ക്യാമറമാൻ വേണുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ള എല്ലാവരും രസകരമായ കാര്യങ്ങളാണ്. ഞാൻ ആ സിനിമയിലെ ഈ എന്താ പറയുക, ഈ കാളയെ മുഖത്തിൽ കെട്ടിട്ട് താഴെ ഒരു പലക വെച്ചിട്ട് ഈ കാളയെ ഓടിക്കുന്നു. കാള കൂട്ടല്ല നുഖം കറക്റ്റാണ്. നുഖം ഞാൻ കണ്ടിട്ടുള്ളത് ചുമ്മാ പലക മാത്രം ഉണ്ടാവും. അതിന് തെളിക്ക് അതൊരു പലക അതിന് പുറത്തൊരു 3 ഇഞ്ച് ഉയർന്ന താഴെയുണ്ട്. പക്ഷേ ആരുടെ ഭാഗ്യം കൊണ്ടാണ് അങ്ങനെ കുറേ നേരം ഓടിച്ചു അല്ലേ? ഇല്ലേ, സിനിമയിലെ ഷോട്ടുണ്ട് ഞാനിങ്ങനെ ഓടിക്കും. അങ്ങനെ അതിനൊക്കെ ഒരു ധൈര്യം ഈ സിനിമയിലുള്ളത്. എല്ലാവരും തെളിയും, എല്ലാവരും പാടത്തൊക്കെ ക്യാമറമാൻ തോർത്ത് കൊടുത്ത് ഡയറക്ടറുകൾ നമ്മുടെ കുത്തി ചേറിലാണ് എല്ലാവരും നിൽക്കുന്നത്. പിന്നെ ചേറിലിറങ്ങാൻ എനിക്ക് തോന്നിയില്ല പ്രകാരം എല്ലാവരും സിനിമ തന്നെ മൊത്തം ചേറിലാണ്. ഒരു ദിവസം ചേറിൽ അങ്ങനെ കാര്യം ഇങ്ങനെ ഒരുപാട് രസകരമായ അനുഭവങ്ങളായിട്ടുണ്ട് ആ സിനിമ. ഈ പറയുന്ന പോലെ മനുഷ്യരുടെ രാഷ്ട്രീയം പറയുന്ന, മനുഷ്യപക്ഷം പറയുന്ന സിനിമ. അത് പ്രത്യേകിച്ച് പക്ഷമുള്ള സിനിമ, മനുഷ്യരുടെ പക്ഷം പറയുന്ന സിനിമ. ഈ രണ്ട് മനുഷ്യർ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ അവരുടെ സമൂഹത്തിൽ അവരുടെ സ്ഥാനങ്ങളോ അവരുടെ വർണ്ണ വ്യത്യാസങ്ങളോ ഒന്നും ആ സിനിമയിൽ ആ കഥാപാത്രങ്ങൾക്ക് ഒരിക്കൽ പോലും ആലോചിക്കുകയോ ചിന്തിക്കുകയോ പോലും ചെയ്തു. പക്ഷേ അതാണ് അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥ. അത് നമുക്ക് ഈ കാണാൻ സാധിക്കുമെന്നൊക്കെ വിചാരിക്കാം, ഈ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തൊരു കാലം. പിന്നെ ഞാൻ അഭിനയിച്ചത് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന സിനിമയിൽ ഭാസി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ്. ഉള്ളിൽ കഴിയുകയും നാട്ടിൽ പാർട്ടി പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ഒരു ടിപ്പിക്കൽ കമ്മ്യൂണിസ്റ്റ്. ഞാൻ ആ കഥാപാത്രത്തിനെ മോഡലാക്കി എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് തയ്യൽക്കാരനാണ്. അത് തയ്യൽക്കാരൻ്റെ രൂപമൊന്നും നമ്മൾ ചന്ദ്രൻ തീരുമാനിച്ചിട്ടില്ല. ഞാനൊരു സൈഡിൽ ചെയ്യുക ചുരുണ്ട മുടിയും ജുബയും വന്നപ്പോൾ കറക്റ്റായിരുന്നു. അങ്ങനെയുള്ള ആളെയാണ് എനിക്ക് പരിചയമുണ്ടായിരുന്നു. അങ്ങനെ ആ സിനിമയുടെ തൊട്ട് കഴിഞ്ഞു കുറേ കാലം കഴിഞ്ഞു. പിന്നെ കാണും സംസാരിക്കുമെങ്കിലും പിന്നെ ചന്ദ്രൻ വന്നത് ഡാനിയുടെ കഥയാണ്. ഡാനിയുടെ കഥയിലും എനിക്ക് പരിചയമുള്ള ആളുകളൊക്കെ, അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ളൊരു സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് ആ സിനിമ. ഒരു കടലോര ഗ്രാമത്തിൽ ഉള്ള ഒരു അനാഥനായ ക്രിസ്ത്യാനിയുടെ കഥയാണ് ഡാനി. ഡാനിയുടെ സിനിമയിൽ ഡാനിയുടെ കഥാപാത്രത്തെക്കാളും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയ ഡാനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചന്ദ്രൻ പറയുന്നുണ്ട്. നമ്മൾ പക്ഷേ ശ്രദ്ധിച്ചിട്ടില്ലേ ഡാനിയുടെ ജീവിതം. നമ്മുടെ നാട്ടിൽ നമുക്ക് സ്വാതന്ത്ര്യ സമരം നടന്നു, സ്വാതന്ത്ര്യം കിട്ടി, കുറേ കാലം ഇങ്ങനെ സ്വാതന്ത്ര്യ സമരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളായ കുറേ നേതാക്കന്മാരെ മാത്രമേ അറിയൂ. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരോ അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് നമുക്ക് പരിചയമുള്ളവരെയും നാട്ടിൽ ആഘോഷിക്കപ്പെടില്ല. അതുപോലെയാണ് ഡാനിയുടെ ജീവിതത്തിൻ്റെ പ്രധാന മുഹൂർത്തങ്ങളിലൊക്കെ കേരള രാഷ്ട്രീയത്തിലെ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്ന ദിവസമാണ്. സൗകര്യപ്പെട്ട ആ സിനിമയിൽ നമുക്ക് കണ്ട EMS മന്ത്രിസഭകളും രാജിവെച്ചതും എല്ലാം ഡാനിയുടെ ജീവിതത്തിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ലെങ്കിലും ആ ദിവസങ്ങളൊക്കെ ഡാനിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സിനിമ കണ്ടാലും മനസ്സിലാവും, ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ചന്ദ്രൻ പറയുമ്പോൾ പറയാറുണ്ട് ഡാനി അഭിനയിക്കുമ്പോൾ മറ്റേ കാര്യം പറഞ്ഞു. അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നില്ല, ഞാൻ സംസാരിക്കുമ്പോൾ അതിൻ്റെ കാര്യം ലക്ഷ്യം. ആ സഹോദരി ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് പല സിനിമകളുടെ കഥ പറയും. ഇനി അങ്ങനെ എല്ലാ സിനിമയുടെ കഥകളും ഒറ്റപ്പെടണമെന്നില്ല. ഇങ്ങനെ പലതരത്തിലുള്ള യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ രണ്ടുപേരും നോക്കും, ചിലപ്പോഴും ഞങ്ങൾ ജയിക്കും, ഒരാൾ ജയിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ യുദ്ധങ്ങളും ഇങ്ങനെയിപ്പോൾ യുദ്ധം നടക്കും. ഈ യുദ്ധത്തിൽ ആര് ജയിക്കുമോ? യുദ്ധത്തിൽ മനുഷ്യർ ജയിച്ചാൽ മതി എന്നാണ് എൻ്റെ ആഗ്രഹം.
ഈശ്വരനെ മനുഷ്യത്വം. അങ്ങനെ ഒരു നീണ്ട സിനിമ ജീവിതമാണ് ചിത്രം. 50 വർഷം എന്നൊക്കെ കണക്ക് വെച്ച് നോക്കുമ്പോൾ എൻ്റെ പകുതി വയസ്സ് പ്രകാരം ഇതാണ് ശരി. എൻ്റെ പകുതി വയസ്സിലാണ് ചന്ദ്രൻ്റെ സിനിമ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് തമാശമായിട്ട് കേട്ടില്ല. ഞാൻ കുറച്ച് പറയാൻ നോക്കിയതല്ല. ഇത്രയും കാലം ഈ പരിപാടിക്ക് വരാൻ വേണ്ടി മാത്രമേ ഞങ്ങളുടെ പരിചയമുള്ളൂ. ഞങ്ങളിപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ 2-4 ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് പോകേണ്ടത്. ഞാൻ വെറുതെ പരിപാടി എപ്പോഴാണ് ചുമ്മാ ചോദിച്ചു, വെറുതെ അങ്ങോട്ട് ചോദിച്ചു, പക്ഷേ ഇത്ര ദിവസം നിങ്ങളിവിടെ ഉണ്ടാവുമെന്ന്. ഞാൻ പറഞ്ഞു ഉണ്ടാവുമെന്ന് ഉറപ്പില്ല, ഉണ്ടാവുമെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. ഞാൻ വരാൻ വിചാരിച്ചിട്ടില്ല, വരാൻ പറ്റുമായിരുന്നു. പിന്നെ ഏതൊരു പാത്രത്തിൽ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു വാർത്ത കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഞാനെല്ലാം വിളിച്ചെറിയ വെച്ചിരുന്നു. പുള്ളി കൈപ്പെടുത്തി. ഞാൻ അറിഞ്ഞില്ല. അതിൻ്റെ സംഘാടകരോട് മമ്മൂട്ടി വരാൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇദ്ദേഹം കൈ കഴിക്കും. അങ്ങനെ ഞാൻ ബന്ധപ്പെട്ടതാണ്. ഏതായാലും ഒത്തിരി പഴയ ആളുകളെ എനിക്ക് കാണാൻ സാധിക്കും. പഴയ ആൾക്കാരല്ലേ, ഇതൊക്കെ പുതിയത് തന്നെയാണ്. ഒത്തിരി ആളുകളെ വീണ്ടും കാണാൻ സാധിക്കും. അതുപോലെ ഇത് കൈവെട്ടി വന്ന സ്ഥലമാണ്. ഞാൻ പണ്ട് ഇവിടെ ബന്ധുണ്ട് ദേവനൊപ്പം ഈ റോഡിൽ പോകും. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തോട് വരുമ്പോൾ അവിടെ ഒരു നാടകം ഞാൻ പോകും. എൻ്റെ പേര് അത് നമ്മുടെ ലക്ഷ്മണരേഖ എന്നുള്ള സിനിമയാണ്. കുര്യാക്കോസിൻ്റെ നാടകം. ആ നാടകം സിനിമയാണ്. അന്ന് ഞാൻ ആ നാടകം കണ്ടു. പിന്നീട് ആ നാടകത്തിൻ്റെ സിനിമാ ലോകത്ത് ഞാൻ അഭിനയിച്ചു. അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ ഓർമ്മ ഈ ഭാഗം കൊണ്ടുവരും. ഇവിടെ ഈ പരിസരത്തൊക്കെ ഉള്ള കൂടുതൽ ആളുകൾ കാണുമ്പോഴത്തേക്ക് ഞാനത് നോക്കും. വളരെ സന്തോഷം. എല്ലാവരും പറയുന്ന പോലെ ചന്ദ്രൻ വീണ്ടും സിനിമകൾ എടുക്കട്ടെ. വലിയ സിനിമകൾ എടുക്കേണ്ട, അത്രയുള്ള ആരോഗ്യമൊക്കെ ഉണ്ടാവില്ല. നല്ല നല്ല സിനിമകൾ എടുക്കാം. ചന്ദ്രന് കൂടുതൽ ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി.